നമസ്കാരം. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കുടംപുള്ളി ഇട്ട് വെക്കാൻ നല്ല ചെമ്മീൻ കറിയുണ്ട്. പാടാനറിയില്ല, മനോഹരമായ ടേസ്റ്റുകൾ കിട്ടുന്ന രുചി ലോകത്തെ ഒരു കാഴ്ചയാണ് ലൈവ് ടിയുടെ എൻ്റർമീഡിയ ടീം രുചിക്കൂട്ട് എന്ന പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് ഇനി പരിചയപ്പെടുത്തുന്നത്. നാവിൽ കൊതികൂർന്ന വ്യത്യസ്ത രുചികളുടെ കലവറ. സെയിൻറ്റ് അൽഫോൻസ ഫുഡ് കോർട്ട് ആൻഡ് ഷ്രൈൻ ക്യാൻറ്റീൻ. പേര് പോലെ തന്നെ മനോഹരമാണ്, രുചികളുടെ കലവറയാണ്. എന്തൊക്കെ വിശേഷങ്ങൾ, എന്തൊക്കെ വെറൈറ്റി ഐറ്റംസ്, കമാൺ. ഭരണങ്ങാനം അൽഫോൻസ നഗറിലെ സെയിൻറ്റ് അൽഫോൻസ ഫുഡ് കോർട്ട് ആൻഡ് ഷ്രൈൻ ക്യാൻറ്റീൻ അതിൻ്റെ ബഹുമാന്യനായ MD ബിജോയ് സാറാണ് എന്നോട് മോൾ സാറെ പ്രോഗ്രാമിലേക്ക് ഹാർദമായി സ്വാഗതം. താങ്ക് യു. ഈ ആഹാരങ്ങൾ ഉണ്ടാക്കുക, അത് കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു ദൈവികമായ അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് ഇവിടെ ഈ ഒരു സന്നിധിയിൽ, അൽഫോൻസാമ്മയുടെ നാമധേയത്തിലുള്ള ഈ ഒരു സന്നിധിയിൽ നമ്മളെ സംബന്ധിച്ച് എല്ലാവിധ ഫുഡുകളും, അതായത് കൂടുതലും നാടനാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്, വെജ് ആൻഡ് നോൺ വെജ് ഒക്കെ നമുക്കുണ്ടോ? വെജ് ആൻഡ് നോൺ വെജ് ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ആയിട്ടാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ ഭക്തരായിരിക്കും ഇവിടേക്ക് വരുന്നത്, അൽഫോൻസാമ്മയുടെ ഭക്തരായിരിക്കും വരുന്നത് അല്ലേ? പള്ളി വരുന്നവരുണ്ട്, അല്ലാതെ വരുന്നുണ്ട്. അല്ലാതെയൊക്കെ എറണാകുളം അങ്ങനെ പല സ്ഥലത്തു നിന്നുള്ള നോർത്ത് ഇന്ത്യൻസ് ഉണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും കുക്ക് ചെയ്ത് ആൾക്കാർ വരാറുണ്ട്. അപ്പോൾ എല്ലാം അൽഫോൻസാമ്മയുടെ അനുഗ്രഹം. പ്രധാനമായിട്ട് എന്തൊക്കെ ഫുഡുകളാണ് നമുക്ക് ഇവിടെ ഉള്ളത്? നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, അപ്പം അങ്ങനെയുള്ള ഐറ്റങ്ങൾ. ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പം, ഇഡ്ഡലി, ദോശ, മസാല ദോശ, നെയ്റോസ്റ്റ് അങ്ങനെ. പിന്നെ ഉച്ചയ്ക്ക് ബിരിയാണികളുണ്ട്. പിന്നെ മീൽസ്, ഫ്രൈഡ് റൈസ്, ചൈനീസ് ഐറ്റംസ് ഉണ്ട്. ഉച്ച കഴിഞ്ഞ് അതുപോലെ പൂരി മസാല അങ്ങനെയുള്ള ഐറ്റംസ്. പിന്നെ ടീ സ്നാക്സ് ഐറ്റങ്ങൾ, പിന്നെ ബേക്കറി ഐറ്റംസ്. അതുപോലെ തന്നെ വൈകിട്ടും ഇതുപോലെ ആകെ മൊത്തം ഓർഡർ എല്ലാം ഉണ്ടോ? എല്ലാം ഉണ്ട്. നമുക്ക് ഹോം ഡെലിവറി സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? ഹോം ഡെലിവറി നമ്മുടെ റെഗുലറായിട്ടുള്ള കസ്റ്റമറിന് ഞങ്ങളുടെ തിരക്കിനനുസരിച്ച് അത്യാവശ്യം ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ശരി. ഓർഡറൊക്കെ അനുസരിച്ച് നമ്മൾ ഫുഡുകളൊക്കെ തയ്യാറാക്കി എങ്ങനെ? ഓർഡർ അനുസരിച്ച് നമ്മൾ പാർസലുകൾ കൊടുക്കുന്നുണ്ട്. അവർക്ക് ഏതാണോ വേണ്ടത് അതിനനുസരിച്ച്, അവരുടെ ചോയ്സ് അനുസരിച്ച് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ആളുകൾ പറഞ്ഞത് നാവിൽ കൊതിയൂർന്ന ഈ വെറൈറ്റി ടേസ്റ്റുകളുടെ അതിന് പ്രധാനമായിട്ടും നല്ല മിടുക്കരായ ഷെഫുകൾ, അവരുടെ ഒരു കഴിവാണ് അല്ലേ? താങ്കളുടെ മേൽനോട്ടത്തിൽ അവരുടെ ഒരു കഴിവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതേക്കുറിച്ച് തീർച്ചയായിട്ടും ഇതിനോട് ചേർന്ന് എന്താ നമ്മൾ എന്ത് ചെയ്താലും അതിനോട് അലിഞ്ഞ് ചേരുക എന്നുള്ളതാണ് എൻ്റെ ഒരു നയം. അപ്പം നമ്മുടെ ട്രെയിനിങ് കൊടുക്കുമ്പോൾ ഷെഫുമാർക്കും എല്ലാവർക്കും ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ചെയ്യുന്ന കാര്യങ്ങൾ വൃത്തിയോടും നീറ്റായിട്ടും ചെയ്യുക, അതിൽ അലിഞ്ഞ് ചേരുക. എന്ത് പണിയാണ് ചെയ്യുന്നത് അത് അലിഞ്ഞ് ചെയ്യുക, അതാണ് ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുക. അപ്പം പ്രത്യേകിച്ച് അൽഫോൻസയുടെ നാമത്തിലുള്ള ഈ ക്യാൻറ്റീൻ എല്ലാവരുടെയും പ്രാർത്ഥനയോടെ വരുന്നവരുടെ ഉണ്ട്. അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അച്ഛന്മാരുടെ പ്രാർത്ഥനകൾ എല്ലാം ഭംഗിയായി ചെയ്യാനെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഇത് ഭംഗിയായി പോകും. ശരി. എന്നാലും കൂടുതൽ നല്ല തിരക്കാണ് ഇപ്പം. എങ്കിലും കൂടുതൽ ഫാമിലി വരുമ്പോൾ എന്ത് ഫുഡാണ് അവർ ഓർഡർ കൊടുക്കുന്നത്? കൂടുതലും അവർ ചൈനീസ് ഐറ്റം ഉണ്ട്, ബിരിയാണി ഉണ്ട്, പിന്നെ മീൽസ്, ഫിഷ് ഫ്രൈകൾ ഉണ്ട്. അല്ല, ഒരു കുട്ടി എന്നോട് പറഞ്ഞത് അങ്കിളെ ഇവിടുത്തെ ജ്യൂസാണ് വെറൈറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ ഏതൊക്കെ ജ്യൂസുകളാണുള്ളത്? ജ്യൂസുകൾ നമ്മൾ മൊസാമ്പി, ഓറഞ്ച്, ആപ്പിള് അങ്ങനെയുള്ള വെറൈറ്റികളുണ്ട്. അൽഫോൻസ ക്യാൻറ്റീൻ്റെ ഭക്ഷണം നല്ല ഭക്ഷണമാണ്, നല്ല സൗകര്യമാണ്. എല്ലാ കാര്യങ്ങളും നല്ല കൃത്യമായിട്ടും ക്ലീനായിട്ടുമാണ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഭക്ഷണം തരുന്നത്. ഇവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റിയാണ്. നമ്മൾ കഴിച്ചിട്ട് വെച്ച് അത്യാവശ്യം ഹോംലി ഫുഡുകൾ തന്നെയാണ് ഇവിടെ ഫുഡ് കഴിക്കുമ്പോൾ. വളരെ നല്ല കസ്റ്റമർ സർവീസാണ്, വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. ഞാൻ മാത്രമല്ല, ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരോടും ഒരുമിച്ചാണ് വന്നത്. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. വളരെ നല്ല ഫുഡായിരുന്നു. അൽഫോൻസ ക്യാൻറ്റീനിലെ ഫുഡ് വളരെ നല്ലതാണ്. ഞങ്ങൾ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഇവിടെ വന്ന് എപ്പോഴും ഫുഡ് കഴിക്കാറുള്ളതാണ്. പിന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് എപ്പോഴും ഇവിടെ വരാറുണ്ട്. ആർക്കും ഒരു മോശം പറയാനില്ല. പാലായിൽ നിന്ന് വരെ ആൾക്കാർ ഇവിടെ വന്ന് കഴിക്കാറുള്ളത്. അത്ര നല്ല ഫുഡാണ്. നമ്മുടെ ഇവിടുത്തെ അൽഫോൻസ ക്യാൻറ്റീന് വളരെ അടിപൊളിയാണ്. ഞങ്ങളെല്ലാവരും എപ്പോഴും വന്നിവിടെ കഴിക്കുന്നതാണ്. വീട്ടുകാർ ഒരുമിച്ചാണെങ്കിലും ഞങ്ങൾ കൊയറിൻ്റെ പ്രാക്ടീസുകളും കൊയറുകൾ കഴിഞ്ഞിട്ടാണെങ്കിലും എപ്പോഴും ഇവിടെ വന്നാണ് കഴിക്കാറുള്ളത്. എപ്പോഴും വരാനുള്ളതിൻ്റെ കാരണവും
ഇവിടുത്തെ ഫുഡ് അടിപൊളി ആയതുകൊണ്ടാണ്. ഇവിടുത്തെ ചിക്കൻ ബിരിയാണിയൊക്കെ അടിപൊളിയാണ്. പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വരാറുണ്ട് ഇവിടെ കഴിക്കാൻ വേണ്ടിയിട്ട്. സൂപ്പറാണ് ഇവിടുത്തെ ഫുഡ്. അൽഫോൻസ ക്യാൻറ്റീൻ ഞങ്ങൾ ഭരണങ്ങാനക്കാർക്ക് മാത്രമല്ല, ഇവിടെ വന്ന് ഒരിക്കലെങ്കിലും കഴിച്ചിട്ടുള്ള എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. ഒന്ന് കഴിച്ചിട്ട് പോയ സ്ഥലം അങ്ങനെ മറക്കാറില്ല. ഞങ്ങളൊക്കെ ഇവിടുത്തെ കായിക സംഘത്തിലെ അംഗങ്ങളാണ്. അപ്പോൾ പ്രാക്ടീസ് കഴിഞ്ഞും അങ്ങനെ പല പരിപാടികൾ കഴിഞ്ഞ് ഇവിടെ വന്നിട്ടാണ് ഭക്ഷണം കഴിക്കാറുള്ളതും. ഇവിടുത്തെ ബിരിയാണിയും പൊറോട്ടയും എല്ലാം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാ ഫുഡ് ഐറ്റംസും നല്ലതാണ്. അതുപോലെ ഇവരുടെ സർവീസും നല്ലതാണ്. ഞാൻ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ്. ഇവിടെ നല്ല ഫുഡാണ് എൻ്റെ കൂടെ വരുന്നത്. ഇവിടെ സർവീസിങ്ങെല്ലാം കുഴപ്പമില്ല. നല്ല ഇടപെടലിലേക്കാണ് ഇവിടെ, നല്ല വൃത്തിയാണ് ഇവിടെ. അതുകൊണ്ടാണ് ഇവിടുത്തെ എല്ലാ കച്ചവടവും കിട്ടുന്നത്. നല്ല ഇടപെടലും നല്ല കാര്യങ്ങളൊക്കെ ആയിട്ടാണ് സ്ഥിരം ഇവിടെ ഭക്ഷണം കഴിക്കുന്നത്. ഞാനിപ്പോൾ കഴിച്ച ബീഫ് ബിരിയാണി ആയിരുന്നു. പിന്നെ നല്ല ബിരിയാണി ആയിരുന്നു. പിന്നെ ചിക്കൻ ടേസ്റ്റ് ചെയ്തായിരുന്നു, അത് നല്ലതായിരുന്നു. പല സ്ഥലത്ത് പോയി കഴിച്ചിട്ടുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പം ഇത് നല്ല ഫുഡാണ് ഇവിടുത്തെ ഫുഡ്. ഇനി എന്താണ് ഭാവി പരിപാടികൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുമ്പോൾ? അൽഫോൻസാമ്മയുടെ അനുഗ്രഹത്താൽ കേരളം മുഴുവൻ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ താങ്കൾക്ക് തുടങ്ങാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എങ്കിലും ഇനിയുള്ള സങ്കല്പങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം ബിരിയാണിയുടെ ഒരു ട്രെൻഡ് കൂടി വരുന്നുണ്ട്. ഇപ്പം ബിരിയാണി ഇവിടുത്തെ നല്ലതാണെന്നുള്ള പൊതുവെ കസ്റ്റമർ എൻ്റെ എന്തോ ഒരു രഹസ്യ മുഖത്ത് കൊണ്ട് ഞാൻ അതാണ് അങ്ങനെ ചോദിച്ചത്. കസ്റ്റമറുടെ അഭിപ്രായമാണ്. അപ്പം പുതിയതായിട്ട് ഞങ്ങൾ ഇനി കോഴിക്കോടൻ ദം ബിരിയാണി, തലശ്ശേരി ദം ബിരിയാണി, ഹൈദരാബാദ് ബിരിയാണി ഇത് ഈ പെരുന്നാളിന് ശേഷം സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഒരു ബിരിയാണി ഹബ്ബാക്കി മാറ്റുക. അത് ശരി, അടിപൊളി. അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളും വിശദമായ വിവരങ്ങളൊക്കെ നൽകിയതിന് പ്രത്യേക നന്ദി. അപ്പോൾ നമ്മൾ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ബിരിയാണി ഹബ്ബ് അങ്ങോട്ട് തുടങ്ങാൻ പോവാണ്. അതേപോലെ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. പ്രത്യേകിച്ച് ഒരു തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ പരിസരത്ത് അല്ലെങ്കിൽ ആ കോമ്പൗണ്ടിലൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ പരിശുദ്ധിയും ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം ആഹാരങ്ങൾ തയ്യാറാക്കുന്നതും അത് വിതരണം ചെയ്യുന്നതും. എല്ലാവിധ ആശംസകളും അദ്ദേഹത്തിന് നേരുകയാണ്. മറ്റൊരു മനോഹരമായ രുചിക്കൂട്ടുമായി കാണും വരെ പ്രിയപ്പെട്ട ബിജോയ് ചേട്ടനും എൻ്റയർ മീഡിയ ടീമിനും ക്യാമറാമാൻ റിജോയ് പറവറിനൊപ്പം സൈനിങ് ഓഫ് ഷിയാദ് ചങ്ങനാശ്ശേരി.